MP ഏറ്റവും ഒടുവിൽ ഒരു ഫൈനൽ റിസൾട്ട് ഇന്നലെ വരുന്നുണ്ട്. ഇന്നൊരു അന്തിമ റിസൾട്ടിലേക്കുള്ള പ്രതീക്ഷയിലാണ്. നല്ല പ്രതീക്ഷയിലാണ്. കാരണം ഇന്നലെ ലോറി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു ലൊക്കേഷൻ. അപ്പോൾ എന്തായാലും അർജുനെ ഇന്ന് കണ്ടെത്താൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പ്രത്യേകിച്ച് മേജർ ജനറൽ ഇന്ദ്ര ബാലൻ്റെ ലീഡർഷിപ്പിലുള്ള ടീം എത്തിക്കഴിഞ്ഞു. ഇന്നോടുകൂടി നമ്മുടെ കഴിഞ്ഞ 10 ദിവസത്തെ ഈ ഒരു ദൗത്യത്തിൻ്റെ വിരാമം ഇന്ന് ഇടാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാലാവസ്ഥ വല്ലാത്ത പ്രതികൂലമായിരുന്നു ഇന്നലെയും. ഇന്നും മഴയാണ്. ഇപ്പോൾ രാവിലെ ഇന്നും നല്ല മഴയാണ്. മഴയാണെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അവർ രക്ഷാദൗത്യം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പുഴയുടെ അടിയൊഴുക്ക് ഈ നാവികസേനാംഗങ്ങൾ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് ഇനി അടുത്ത നടക്കേണ്ട ഏറ്റവും നിർണായകമായ നീക്കം. MP അതെ, അവരത് പറഞ്ഞു. പക്ഷെ എന്നാലും ഇന്ന് അവർ പരമാവധി അതിനോട് ശ്രമിക്കും എന്നാണ് പറഞ്ഞത്. ഇന്ന് ഏതായാലും നമുക്ക് ലോറി കണ്ടെത്തിയ സ്ഥിതിക്ക് അർജുനെയും കണ്ടെത്താൻ കഴിയും എന്നാണ് പുനഃപ്രതീക്ഷ. കഴിഞ്ഞ 10 ദിവസമായി കുടുംബം അനുഭവിക്കുന്ന ഒരു മാനസിക പ്രയാസമുണ്ട്. വേദന സഹിച്ചു കഴിയാണ്. ഇന്ന് ഏതായാലും കണ്ടെത്തി കഴിഞ്ഞാൽ അതൊരു ആശ്വാസമായിരിക്കും അവർക്ക്. ആശ്വാസം എന്ന് പറഞ്ഞാൽ കണ്ടെത്തി എന്നുള്ള ഒരു കണ്ടെത്താൻ കഴിയാത്ത ഒരാളെ കണ്ടെത്തുക പറഞ്ഞാൽ അതിൻ്റെ ഒരു മാത്രമാണ്. AK അഷ്റഫ് എംഎൽഎയോട് കൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹം ആദ്യം മുതൽ തന്നെ ഉണ്ട് ഇവിടെ. ഈ കാലാവസ്ഥ ഇങ്ങനെ റഫായി തുടർന്നാൽ ഒരു ബി പ്ലാൻ ഉണ്ടോ MLA? നമ്മൾ ഇന്നലെ ഈ കാലാവസ്ഥയെക്കുറിച്ച് അവർ ഇന്നലെയും ചർച്ച ചെയ്തിരുന്നു. 4 മണിക്ക് ഇത് ലൊക്കേഷൻ കണ്ടെത്തിയതിന് ശേഷം. അപ്പോൾ അവർ പറഞ്ഞു ഇതിനേക്കാളും ചാലഞ്ചസ് ഉള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ടീമാണ്. കാലാവസ്ഥ അവർക്ക് അങ്ങനെ വലിയൊരു പ്രയാസമാവില്ല എന്ന് ഇന്നലെ അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു വൈഷ്ണവി എന്ന് പറഞ്ഞ IAS മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ അഡീഷണൽ ചീഫ് സെക്രട്ടറി അവരിന്ന് ഓരോ മണിക്കൂർ വെച്ച് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും വിലയിരുത്തുന്നുണ്ട്. ഏതായാലും കാലാവസ്ഥ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ വന്നതിന് ശേഷം നമ്മൾ വന്നതിന് ശേഷം കാണുന്നൊരു കാര്യമാണ്. കാലാവസ്ഥ ഒരു ചാലഞ്ചായി വരില്ല എന്നാണ് ആ ചർച്ചക്കിടയിൽ അവർ സൂചിപ്പിച്ചൊരു കാര്യം. ഏതായാലും അവരിപ്പോൾ 7:30 മണി എന്ന് പറഞ്ഞത് അവർ 7 മണിക്ക് തന്നെ അവരുടെ സ്പോട്ടിലെത്തി അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി എന്തെങ്കിലും നമുക്ക് അറിയിക്കാൻ കഴിയും തോന്നുന്നു അല്ലേ MLA? അവരെന്ന് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മുങ്ങൽ വിദഗ്ധർ മുങ്ങി ഇതിലൊക്കെ ഒരു ഉക്സ് ഘടിപ്പിച്ച് ഇതിനെ പൊക്കാനും അതിനിടയിൽ അർജുൻ ഉണ്ടോ എന്നുള്ള ആദ്യ കണ്ടെത്തലാണ് അവർ ശ്രമിക്കുന്നത്. ഈ വണ്ടിക്കകത്ത് അർജുൻ ഉണ്ട്. നമ്മുടെയൊക്കെ പ്രാർത്ഥന അതാണല്ലോ. ഒരു അല്പസമയത്തിനകം നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഇത്ര ദിവസം കഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു MLA. താങ്ക് യു. അപ്പോൾ MK രാഘവൻ MPയും AK അഷ്റഫ് MLAയും ഇങ്ങോട്ടേക്ക് വരികയാണ്. അവർ അകത്തേക്ക് പോവുകയാണ്. അവരൊന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും, തേടാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും MK രാഘവൻ MP, AK അഷ്റഫ് MLA അടക്കമുള്ളവർ നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് അവർ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. SKN അത് ഇപ്പോൾ പറയുന്നത് AK അഷ്റഫ് MLA പറഞ്ഞ ഏറ്റവും ഒടുവിലത്തെ കാര്യം വൈഷ്ണവി എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഒരു സെക്രട്ടറി തല ഉദ്യോഗസ്ഥയെ ഇവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ നിയോഗിച്ചിട്ടുണ്ട്. പോലീസിലും അത്തരത്തിലൊരു കൃത്യമായ ഒരു ചുമതലയേൽപ്പിക്കലുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയി, കുറച്ചുകൂടി ഗൗരവത്തിൽ ത്വരിതഗതിയിൽ കാര്യങ്ങൾ നടക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി അഡീഷണൽ ചാർജുകൾ ആൾക്കാർക്ക് നൽകിക്കൊണ്ട് കുറച്ചുകൂടി സീരിയസ് ആയി കാര്യങ്ങളെ സമീപിക്കുന്നു. ഞാൻ പറയുന്നത് ഇക്കാലം അത്രയും സീരിയസ് ആയി സമീപിച്ചില്ല എന്നുള്ളതല്ല. എന്തായാലും ഇന്ന് ആ ദൗത്യം കുറച്ചുകൂടി ദുഷ്കരമാവുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ പ്രത്യേക ചുമതലയേൽപ്പിക്കൽ നടക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി വൈഷ്ണവിയുടെ നേതൃത്വത്തിലൊക്കെയുള്ള യോഗം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ യോഗത്തിൽ ഈ വൈഷ്ണവി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. SKN ഈ പുഴക്കരയിൽ 7 മണിയോടുകൂടി തന്നെ ഈ സംഘമെത്തി അവിടെ പരിശോധന നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ കാലാവസ്ഥ ഇപ്പോൾ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ MK രാഘവൻ MP അടക്കമുള്ള പുറത്തേക്ക് ഇറങ്ങി എന്നാണ് സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ അവർക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയാത്ത വണ്ണമുള്ള വലിയ മഴ ഇവിടെ തുടരുകയാണ്. മഴ ഒന്ന് മാറി നിൽക്കൽ അതിപ്രധാനമാണ്. SKN വേണമെങ്കിൽ ഇവിടെ ആഞ്ഞു പെയ്തോട്ടെ. ഈ മലയോര മേഖലകളിൽ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയൊന്ന് മാറി നിൽക്കൽ അതിപ്രധാനമാണ്. അതിന് കാരണം പുഴയുടെ അടിയൊഴുക്കുമായി ബന്ധപ്പെട്ടാണ്. പുഴയുടെ അടിയൊഴുക്കൊന്ന് മാറിയേ മതിയാവുള്ളൂ. എന്തായാലും 7 മണിയോടുകൂടി തന്നെ ദൗത്യസംഘം അങ്ങോട്ടേക്ക് എത്തിയെന്ന സ്ഥിരീകരണം നൽകുകയാണ് AK അഷ്റഫ് MLA. നേരത്തെ നമ്മുടെ പുഴയുടെ മറുകരയ്ക്കൽ നമ്മുടെ ക്യാമറയും ഷെഫീദൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് അവിടെ മാധ്യമപ്രവർത്തകരെയും ക്യാമറയും ആൾക്കാരെയും ഒക്കെ അവിടുന്ന് പൂർണ്ണമായി തന്നെ ഒഴിപ്പിക്കുകയാണ് ആ മേഖലയിൽ. അതുകൊണ്ട് നമുക്ക് ആ വിവരത്തിലൊരു സ്ഥിരീകരണ സ്വഭാവത്തിലൊന്നും കിട്ടിയിരുന്നില്ല. എന്തായാലും AK അഷ്റഫ് MLA ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. 7 മണിയോടുകൂടി ദൗത്യസംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. അടിയൊഴുക്കിനെ കുറിച്ചുള്ള ആലോചന, അടിയൊഴുക്ക് AK അഷ്റഫ് MLA പറയുന്നത് ഇന്നിപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും അടിയൊഴുക്കാണെങ്കിലും ഏത് രീതിയിൽ അതിനുള്ളിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ്. അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ബി പ്ലാൻ ഉറപ്പായും നമ്മുടെ പ്രസ്റ്റീജിയസ് സേനയാണ്, നാവികസേനയാണ്, കരസേനയാണ്. അവർക്ക് എത്ര എന്താണിപ്പോൾ ഈ മഞ്ഞുമല ഇടിച്ചിലടക്കമുള്ളവർ നേരിട്ട് ഉള്ളവരാണ്. അതിൽ
അതിജീവിച്ചവരാണ്, അതിൽ രക്ഷാദൗത്യം നടത്തിയവരൊക്കെയാണ്. അവർക്ക് ഉറപ്പായും ഒരു ബി പ്ലാൻ ഉണ്ട്. ആ ബി പ്ലാൻ എന്താണെന്ന കാര്യം നമുക്കറിയില്ല. അതിന് കുറച്ച് സാങ്കേതിക വശങ്ങൾ കൂടി ചേർന്ന ബി പ്ലാനാണ്. AK അഷ്റഫ് MLA ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് ഇന്ന് അടിയൊഴുക്ക് ശക്തമാണെങ്കിൽ കൂടിയും ചില നീക്കങ്ങൾ നാവികസേനയുടെ ഭാഗത്ത് ഉണ്ടാകും, അതിനുള്ളിലേക്ക് ഇറങ്ങാനുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ AK അഷ്റഫ് MLAയും കാർവാർ MLAയും നിരന്തരം ഈ വിഷയങ്ങളിൽ ഇടപെടുന്നവരാണ്, നിരന്തരം ഈ വിഷയങ്ങൾക്ക് പിന്നാലെ നിൽക്കുന്നവരാണ്. അവരത് പറയുമ്പോൾ അത് വെറുതെ പറയില്ല. അപ്പോൾ എന്തോ ചില സ്ട്രാറ്റജികൾ ഇന്ന് നമുക്കറിയാത്ത ഒരു എന്താണ് അടിയൊഴുക്ക് മൂലം നദിയുടെ അകത്തേക്ക് പോകാൻ കഴിയാത്ത ഈ അതിഭീകരമായ അടിയൊഴുക്കിനെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ബി പ്ലാൻ ഇന്ന് സേനയുടെ ആലോചനയിലുണ്ട്. അഡീഷണൽ ചീഫ് സെക്രട്ടറി തലത്തിലുള്ള വൈഷ്ണവി എന്ന ഉദ്യോഗസ്ഥയ്ക്ക് ഇതിന്റെ ഏകോപന ചുമതല മുഖ്യമന്ത്രി നേരിട്ട് നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രി നേരത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ബാക്കി കാര്യങ്ങളുടെ ചുമതല നൽകിയിരുന്നു. അങ്ങനെ കൃത്യമായി ഡ്യൂട്ടി ഡിവിഷൻ നടത്തിക്കൊണ്ട് ഈ ദൗത്യം ഇന്ന് തന്നെ ഉച്ചയോടുകൂടി തന്നെ അത് പ്രാവർത്തികമാക്കാൻ, അത് പൂർത്തീകരിക്കാനുള്ള അങ്ങേയറ്റത്തെ തീവ്ര ശ്രമത്തിലാണ് നമ്മുടെ രക്ഷാ ദൗത്യ സംഘം എന്നാലും ഉറപ്പാണ്. എന്തായാലും മാധ്യമങ്ങൾക്ക് ഇന്നകത്തേക്ക് പ്രവേശനമില്ല, കൂടുതൽ പോലീസ് സന്നാഹങ്ങളുണ്ട്. അപ്പോൾ AK അഷ്റഫ് MLAയോട് അടക്കം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഫോണിൽ ചോദിക്കാം എന്നുള്ളതാണ് പ്രതീക്ഷ. അവരകത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് വിവരങ്ങൾ നൽകുന്നതിൽ ഒട്ടുമേ വിമുഖത കാണിച്ചിരുന്നില്ല ഈ സമയം അത്രയും, ഈ കാലം ഈ ദിവസങ്ങളിൽ അത്രയും. കാർവാർ MLA ആവട്ടെ, AK അഷ്റഫ് MLA ആവട്ടെ, അവർ കൃത്യമായി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്തായാലും ഈ പ്രശ്നം മഴയാണ് സ്കേൻ. ഈ മഴ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ മലമുകളിലെ കോടമഞ്ഞ് ഉയരുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ ഇപ്പോഴും കാണാം. കോടമഞ്ഞ് മാറിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും കോടമഞ്ഞ് കൂടി ഇറങ്ങി വിസിബിലിറ്റി തടയുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരു 2 മണിക്കൂറെങ്കിലും ഈ മഴയൊന്ന് മാറി ഇവിടെ ഞാൻ പറയുന്നത് ഇവിടുത്തെ കാര്യം മാത്രമല്ല, 2 മണിക്കൂറെങ്കിലും മലയോര മേഖലകളിലും വൃഷ്ടിപ്രദേശങ്ങളിലും അടക്കം മഴയൊന്ന് മാറി കുത്തൊഴുക്കിനൊരു നേരിയ ശമനം ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. നമ്മുടെ അർജുനെ കണ്ടെത്തുക എന്ന ദൗത്യത്തിൽ ഈ കാലാവസ്ഥ അതിപ്രധാനമാണ്. പിന്നെ അതിനുശേഷം നടക്കുന്ന ഈ ലോറി ഉയർത്തൽ ഈ കരസേനയ്ക്ക് ഒരു പ്രശ്നമേ അല്ല എന്ന് പറയുകയാണ് AK അഷ്റഫ് MLA. നേരത്തെ അദ്ദേഹം പറഞ്ഞു, നമുക്കും അറിയാം SKN കാര്യം. ഇതിലും ഏറ്റവും ദുർഘടമായ സാഹചര്യങ്ങൾ, ഏറ്റവും ദുർഘടമായ വഴികളിൽ നിന്ന് ഇതിലും ഭാരമേറിയ വാഹനങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉയർത്തിയിട്ടുള്ള ശീലമുള്ള കരസേനയ്ക്ക്, അതിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഇതൊരു പ്രശ്നമല്ല, ഇതൊരു ചലഞ്ച് ആവില്ല. പക്ഷേ ചലഞ്ച് ആവുന്നത് ഇതിലെ അടിയൊഴുക്കാണ്. അതിലേക്ക് നേവി സംഘത്തിന് ഇറങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ്. അവിടെ കാര്യങ്ങളൊക്കെ സെറ്റാണ്. SKN എല്ലാം സെറ്റാണ്. രാവിലെ യോഗം ചേർന്ന് രക്ഷാ ദൗത്യത്തിന്റെ തുടർ നടപടികൾ വിലയിരുത്തി. വൈഷ്ണവി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥയ്ക്ക് അതിന്റെ മേൽനോട്ട ചുമതലയുണ്ട്. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് പുറത്തുള്ള കാര്യങ്ങൾ, ക്രമസമാധാന കാര്യത്തിലടക്കം പുറത്തുള്ള കാര്യങ്ങളിൽ അതിന്റെ മേൽനോട്ട ചുമതലയുണ്ട്. അങ്ങനെ കൃത്യമായി ഡ്യൂട്ടി ഡിവിഷൻ നടത്തിക്കൊണ്ട് ഇന്നത്തെ ടാർഗറ്റിലേക്ക് വളരെ പെട്ടെന്ന് എത്തുക എന്നതിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ദൗത്യസംഘം അവിടെ പുരോഗമിക്കുകയാണ്. മഴയാണ് SKN, അടിയൊഴുക്കാണ് SKN. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കാര്യങ്ങൾ വളരെ സുഗമമായി ഈ ദിവസം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എന്തെങ്കിലും ഒരു വാർത്ത, ഒരു നല്ല വാർത്ത എന്ന് തന്നെ ഞാൻ പറയും. SKN ഒരു നല്ല വാർത്ത പുറത്തേക്ക് എത്തിക്കാൻ, പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആളുകളെയും ഒഴിപ്പിക്കുന്നുണ്ട് SKN. ആ പുഴയുടെ ആ ഒളവറ ഭാഗത്ത്, ഒളവറ എന്ന് പറഞ്ഞ കുറേ ഗ്രാമങ്ങൾ നമ്മൾ നേരത്തെ അവിടെ പോയി അവിടുത്തെ വിവരങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞതാണ്. ഈ നദി പൂർണ്ണമായി കയറി നക്കിയെടുത്തതുപോലെയുള്ള കുറേയധികം വീടുകൾ നഷ്ടപ്പെട്ട സ്ഥലമാണ്. അവിടെ ഇപ്പോഴും ആളുകൾ, അതൊക്കെ വലിയ പതറ്റിക്കും സങ്കടാവസ്ഥയുമാണ്. SKN വീടുകളില്ലാത്തവർ റെയിൻകോട്ടൊക്കെ ഇട്ട് പെരുമഴയത്ത് കുത്തിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ തൽക്കാലം അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സമയം അല്ലെങ്കിൽ കൂടി അത് പിന്നെ ഉറപ്പായും നമുക്ക് സംസാരിക്കാം അതിനെപ്പറ്റി. ആ മേഖലകളിലൊക്കെ ആളുകളെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റുകയാണ്. ആളുകളെ മാത്രമല്ല, നമുക്കൊക്കെ അവിടെ മാധ്യമപ്രവർത്തകർക്കൊക്കെ നമുക്ക് നല്ല ഫ്രെയിം കിട്ടുന്ന സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ മാധ്യമപ്രവർത്തകരും ക്യാമറയും ഒക്കെ പോലീസ് സേനാംഗങ്ങൾ റോമിംഗ് നടത്തി അവരെയൊക്കെ അവിടുന്ന് മാറ്റുകയാണ്. അങ്ങനെ കർശനമായ ഒരു സുരക്ഷാ ക്രമം ഇവിടെ 144 ഓൾറെഡി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് SKN. അങ്ങനെ എല്ലാ ആൾക്കാരെയും മാറ്റിക്കൊണ്ട് ഒരു കർശനമായ ഒരു കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിൽ ആ രക്ഷാദൗത്യം അല്പസമയത്തിനകം സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കുന്നു. സാനി എക്സ്കവേറ്റർ അവിടെ റിവർ ബെഡിലേക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ മണ്ണുമാറ്റൽ പ്രക്രിയ അവിടെ നടക്കുന്നു SKN. പക്ഷേ മണ്ണുമാറ്റൽ അതിൻ്റെ ഒരു പ്രാഥമിക പരിശോധനാ രീതി മാത്രമാണ്. നമുക്ക് ആവശ്യം, ഇനിയുള്ള ആവശ്യം ആ വലിയ മൺകൂനയ്ക്കും കരയ്ക്കുമിടയിലായി നമ്മുടെ ലോറി കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ നമുക്കിനി ആവശ്യം അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. അങ്ങോട്ടേക്ക് എത്തുക മാത്രമല്ല, ആ ലോറിയുടെ താഴെത്തട്ടിലേക്ക്, കീഴ്മേൽ മറിഞ്ഞു കിടക്കുന്ന ലോറിയുടെ താഴെത്തട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ക്യാബിൻ പരിശോധിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ക്യാബിനിൽ നമ്മുടെ അർജുൻ്റെ അവസ്ഥ എന്താണ് എന്നറിയുക എന്നുള്ളതാണ്. അല്പസമയം അതിനുശേഷം മാത്രമേ ഉള്ളൂ ലോറി ഉയർത്തൽ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. നമ്മുടെ പ്രഥമ പരിഗണന, പ്രയോറിറ്റി നമ്മുടെ അർജുനാണ്. ഉച്ചയോടുകൂടി തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് തുടക്കം മുതൽ ഈ വിഷയത്തിന്റെ പിന്നാലെയുള്ള കാര്യങ്ങൾ നന്നായി അറിയാവുന്ന ഉദ്യോഗസ്ഥരുമായി എപ്പോഴും സംസാരിക്കുന്ന AK അഷ്റഫ് MLAയുടെ സ്ഥിരീകരണം. SK.